നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസമായി പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ചകൾ ഒഴുകുകയാണ്. പ്രതിപക്ഷത്തിന്റെ വാദഗതികളുടെ ഒക്കെ മുനയൊടിച്ചുകൊണ്ടുള്ള കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പാർലമെന്റിൽ നടത്തിയത്. രാഹുൽ ഗാന്ധി ഉത്തരം മുട്ടി കണ്ണുതള്ളിയിരുന്നു എന്ന് വേണം പറയാൻ. യാതൊരു ചോദ്യങ്ങളും അവശേഷിക്കാത്ത തരത്തിൽ മുഴുവൻ സംശയങ്ങൾക്കും കണക്കു നിരത്തി റെക്കോർഡുകൾ കൊണ്ട് ഉത്തരം കൊടുത്തപ്പോൾ വടികൊടുത്ത് അടിവാങ്ങിയതുപോലെയായി കോൺഗ്രസുകാരുടെ അവസ്ഥ. എന്നാൽ അപ്പോഴൊക്കെ മുഴുവൻ മാധ്യമ ശ്രദ്ധയും തങ്ങി നിന്ന ഒരാളുണ്ടായിരുന്നു. അത് പ്രിയങ്ക ഗാന്ധിയിലാണ്. മോദി ഭരണത്തിന് മുന്നിൽ ഉത്തരം മുട്ടി കോൺഗ്രസുകാർ ഇരുന്നപ്പോഴും ചടുതലയോടെ പ്രിയങ്കയുടെ വാക്കുകൾ കൈയടി നേടി. പാർലമെന്റിൽ ഒരു പ്രതിപക്ഷമുണ്ടെന്ന് 11 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നി. പ്രിയങ്ക ഗാന്ധിയുടെ ഓപ്പറേഷൻ സിന്ദൂർ പ്രസംഗത്തിന് താഴെ ഒരാൾ കുറിച്ച വാചകം ഇങ്ങനെയായിരുന്നു: രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ പ്രതിപക്ഷാംഗങ്ങൾക്കും പൊതുജനത്തിനും ക്ഷ പിടിച്ച പ്രസംഗമായിരുന്നു പ്രിയങ്കയുടേത്. കണ്ടു ശീലിച്ച കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭരണപക്ഷത്തെ ആക്രമിക്കുന്ന ശൈലിയിലുള്ള പാർലമെന്റിനെ രാഷ്ട്രീയ സംവാദത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രസംഗമായിരുന്നില്ല അത്. മറിച്ച് 25 മിനിറ്റിൽ മാനുഷിക പ്രശ്നങ്ങളെ കൃത്യമായ മോഡുലേഷനിലൂടെ കേന്ദ്രത്തിനെതിരെയുള്ള ഒളിയമ്പുകളെ വിന്യസിച്ചുകൊണ്ട് വൈകാരികമായി നടത്തിയ ഒന്നാന്തരം ഒരു പ്രസംഗം. 1950-60കളിലെ ഇന്ത്യൻ പാർലമെന്റുകളെ ഓർമ്മിപ്പിച്ചു വന്ന തരത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകർ പോലും ആ പ്രസംഗത്തിന് സ്തുതി പാടി. കഥ പറയുന്നത് പോലെ ആക്ഷേപഹാസ്യത്തിന്റെ ചുവട് പിടിച്ച് കൃത്യവും ശക്തവും മൂർച്ചയുമുള്ള മറുപടികൾ നൽകിക്കൊണ്ടായിരുന്നു പ്രിയങ്കയിൽ നിന്നും ഓരോ വാക്കുകളും പുറത്തു വന്നത്. രാഷ്ട്രീയ പരിചാരലിനേക്കാൾ ഇരകളാക്കപ്പെട്ടവരുടെ ജീവിതം വിവരിക്കാനാണ് അവർ സമയമെടുത്തത്. അക്കൂട്ടത്തിൽ വ്യക്തിപരമായ അനുഭവവും അവർ പങ്കുവച്ചു. ബട്ട്ലർ ഹൗസ് തീവ്രവാദികൾക്ക് വേണ്ടി സോണിയ കണ്ണീർ വാർത്തുന്ന പരാമർശത്തിനുള്ള മറുപടി കൂടിയായിരുന്നു അത്. എന്റെ അമ്മയുടെ കണ്ണുനീരിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. ഞാൻ അതിന് ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നു. ഭീകരവാദികളാൽ അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടപ്പോൾ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. അന്നവർക്ക് 44 വയസ്സായിരുന്നു പ്രായം. ഇന്ന് ഈ പാർലമെന്റിൽ നിന്ന് പഹൽഗാമിൽ കൊല്ലപ്പെട്ട 26 പേർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. കാരണം അവരുടെ വേദന എനിക്കറിയാം, എനിക്കത് മനസ്സിലാകും. തിരിച്ച് ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാൻ സാധിക്കാത്തിടത്ത് സുദീർഘമായ സോളോ പ്രസംഗം നടത്തുന്നതിൽ അസാമാന്യ വൈഭവം പുലർത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെക്കാൾ കിടപിടിക്കുന്ന ഒന്നെന്ന് വിമർശകർ പോലും പ്രിയങ്കയുടെ പ്രസംഗത്തെ വാഴ്ത്തി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ക്രെഡിറ്റ് പ്രധാനമന്ത്രി എടുത്തു. അത് നല്ല കാര്യം. ഒളിമ്പിക് മെഡലുകളുടെ ക്രെഡിറ്റും അദ്ദേഹം എടുത്തോട്ടെ. പക്ഷേ ക്രെഡിറ്റ് എടുക്കുന്നതിനർത്ഥം അതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യംഗ്യമായി മോദിക്കിട്ടൊരു തട്ട് കൊടുക്കുന്നുണ്ട് പ്രിയങ്ക. ഇന്റലിജൻസ് പരാജയം, കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വമില്ലായ്മ, സുതാര്യതയില്ല തുടങ്ങിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ച അതേ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രിയങ്കയുടെ പ്രസംഗത്തിന്റെയും കാതലായിരുന്നത്. പക്ഷെ അത് പറയുന്നതിനായി പ്രിയങ്ക തിരഞ്ഞെടുത്ത ആക്ഷേപഹാസ്യത്തിന്റെയും കുറുക്കുകൊള്ളുന്ന ഒളിയമ്പുകളുടെയും വൈകാരികതയുടെയും കൃത്യമായ പൂർണ്ണതയായിരുന്നു പ്രിയങ്കയുടെ പാർലമെന്റിലെ ആ 25 മിനിറ്റ്. ഇംഗ്ലീഷ് മാത്രം മൊഴിയുന്നവരെന്ന വിമർശനത്തിന് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ നല്ല ഹിന്ദിയിൽ നൽകിയ മറുപടി. ഇരകളാക്കപ്പെട്ട ഓരോരുത്തരെയും പേരെടുത്ത് പരാമർശിച്ച അവരെ ഹിന്ദുക്കളെന്നല്ല വിശേഷിപ്പിച്ചത്, ഭാരതീയൻ എന്നാണ്. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സെക്യുലറിസത്തെ കൃത്യമായ മനോധർമ്മത്തോടെ ആ 25 മിനിറ്റിൽ അവർ വിളക്കി ചേർത്തു. ഭരണപക്ഷം കരുത്താർജിക്കും തോറും ശോഷിക്കുന്ന പ്രതിപക്ഷം ഒരു ജനാധിപത്യത്തിനും ഭൂഷണമല്ല എന്നിരിക്കെ പ്രിയങ്കയുടെ പ്രസംഗം ഒരു പ്രതീക്ഷയാണ്. സഭ സ്തംഭിക്കലിനപ്പുറത്തേക്ക് രാജ്യത്തെ ബന്ധപ്പെട്ട ഏതു വിഷയത്തിലും പരസ്പര പഴിച്ചാലിനപ്പുറത്തുള്ള വലിയൊരു സംവാദത്തിനും നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള വലിയ മാറ്റങ്ങളിലേക്കുമുള്ള ഇടമായി ഇനിയെങ്കിലും പാർലമെന്റ് മാറേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച